ഈ അസ്ഥിക്ഷയം എന്ന് പറയുന്ന രോഗം പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റുക സാധ്യമാണ്? അത് ഒരു പരിധിവരെ അത് പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റുന്നത് സാധ്യമാണ്. നമുക്കതിൻ്റെ കോംപ്ലിക്കേഷൻസ് വരാതെ നോക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഫ്രാക്ചർ വന്ന് കിടപ്പിലാവുന്നൊരവസ്ഥ, നമ്മുടെ ലൈഫ് സ്റ്റൈലിലെ മാറ്റം, അതുപോലെ നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഉദ്ദേശം. കംപ്ലീറ്റ് ആയിട്ട് ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, പ്രായവുമായി കൂടെ ബന്ധപ്പെട്ട ഒരു അസുഖമാണ്. ഒരു സാധാരണ മനുഷ്യരിൽ പുരുഷന്മാരിൽ ഒരു 32 വയസ്സ് വരെ സാവധാനം ബോൺ ഡെൻസിറ്റി കൂടുകയും ഒരു 32 വയസ്സോടുകൂടി മാക്സിമം ബോൺ ഡെൻസിറ്റി അറ്റൈൻ ചെയ്തതിനു ശേഷം ക്രമേണ കുറഞ്ഞു വരികയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് കണ്ടുവരിക. സ്ത്രീകളിൽ ഒരു 28 വയസ്സോടുകൂടി പൂർണ്ണ മാക്സിമം ബോൺ ഡെൻസിറ്റി അറ്റൈൻ ചെയ്യും. അതോടൊപ്പം 28 വയസ്സിന് ശേഷം കുറഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ എത്രത്തോളം വ്യായാമം ചെറുപ്പത്തിലേ ചെയ്യുന്ന ആളുകൾക്ക് മാക്സിമം ബോൺ ഡെൻസിറ്റി അറ്റൈൻ ചെയ്യും. അപ്പോൾ ഓസ്റ്റിയോപോറോസിസ് വരാനുള്ള ഏജ് പിന്നെ വളരെ കൂടും, ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് കുറയും. അപ്പോൾ വ്യായാമം വളരെ പ്രധാനപ്പെട്ട ഒരു വലിയൊരു റോൾ ഉണ്ട് ഇതിൽ. പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ളതാണ്. അതായത് എത്രത്തോളം വ്യായാമം ചെയ്യുന്ന ആളുകൾക്ക് ഓസ്റ്റിയോപോറോസിസ് ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. അതുപോലെ വൈറ്റമിൻ ഡിയുടെ ആധുനിക ജീവിത രീതിയിൽ ഇപ്പോൾ സൺലൈറ്റ് എക്സ്പോഷർ വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ എല്ലാവർക്കും നമ്മുടെ പൊതു ന്യൂ ജനറേഷനിൽ കാണുന്നുണ്ടല്ലോ. വൈറ്റമിൻ ഡിയുടെ അവസ്ഥ ഡെഫിഷ്യൻസി ഓസ്റ്റിയോമലേഷ്യ എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കുകയും അത് വളരെ പെട്ടെന്ന് ഓസ്റ്റിയോപീനിയയിലേക്കും ഓസ്റ്റിയോപോറോസിലേക്കും നയിക്കുകയും ചെയ്യുന്നൊരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ഡോക്ടർ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് ലക്ഷണങ്ങളൊന്നും അങ്ങനെ കാണിക്കില്ല. അപ്പോൾ ലക്ഷണങ്ങൾ കാണിക്കില്ല എന്നല്ല, തുടക്കത്തിൽ ഒരു നിശബ്ദമായിട്ടുള്ള ഒരു അസുഖമായിരിക്കും. ഡെവലപ്പ് ചെയ്യുമ്പോഴത്തേക്കും കണ്ടുപിടിക്കാൻ ഒരുപാട് ലേറ്റ് ആവും. കണ്ടുപിടിക്കാൻ സാധാരണ ആളുകൾ മെനക്കെടില്ല. നേരത്തെ കണ്ടുപിടിക്കണം എന്നുള്ളതാണ്. അത് എങ്ങനെയാണ് നമ്മൾ നേരത്തെ കണ്ടുപിടിക്കുക? അതിന് ടെസ്റ്റുകൾ ഡെക്സ എന്ന് പറഞ്ഞൊരു സിമ്പിൾ ആയിട്ടുള്ള ടെസ്റ്റ് ഉണ്ട്. ഡ്യുവൽ എനർജി എക്സ്റേ അബ്സോർപ്ഷമെട്രി, എക്സ്റേ ഉപയോഗിച്ച് ചെയ്യുന്നൊരു ടെസ്റ്റാണ്. അതിനകത്ത് നമുക്കത് ടി സ്കോർ എന്ന് പറയും. ടി സ്കോറിന്റെ വാല്യൂ -2.5 കൂടുതലാണെങ്കിൽ ഓസ്റ്റിയോപോറോസിസ് ഉണ്ടെന്നുള്ളതാണ്. -1 മുകളിലോട്ട് നോർമലാണ്. -1 to -2.5 ആണെങ്കിൽ നമുക്ക് ഓസ്റ്റിയോപോറോസിന് മുമ്പുള്ള അവസ്ഥ, പിന്നെ അസ്ഥിശോഷണം അഥവാ ഓസ്റ്റിയോപീനിയ, അതായത് ബോൺ ഡെൻസിറ്റി കുറഞ്ഞു വരുന്ന ഒരവസ്ഥയാണ്. സ്വാഭാവികമായിട്ടും അടുത്ത സ്റ്റേജായ ഓസ്റ്റിയോപോറോസിലേക്ക് ഡെവലപ്പ് ചെയ്യും അവർ ക്രമേണ. പ്രിവെൻഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ നേരത്തെ തന്നെ ഈ ബോൺ ഡെൻസിറ്റി ടെസ്റ്റ് ഒക്കെ എടുത്ത് വെക്കണം. അത് എല്ലാവർക്കും എടുക്കണം എന്നല്ല, ഇതിന് ഡെവലപ്പ് ചെയ്യാൻ ഹൈ റിസ്ക് ഉള്ള ആളുകളുണ്ടല്ലോ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ആർത്തവവിരാമം വന്ന സ്ത്രീകൾ, 50 വയസ്സിന് ശേഷമുള്ള ആളുകൾ, അതേപോലെ റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസിനും ആങ്കിലോസിംഗ് സ്പോണ്ടിലൈറ്റിസിനും, അതേപോലെ ഈ അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന ആളുകൾ, സീഷർ ഡിസോർഡേഴ്സ് ഉള്ള ആളുകൾ, സ്ഥിരമായിട്ട് ഡയോററ്റിക്സിന്റെ മരുന്നുകൾ ഉപയോഗിക്കുന്ന ആളുകൾ, പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സിന്റെ മരുന്നുകൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾ, അവരൊക്കെ നേരത്തെ സ്ക്രീനിങ് ടെസ്റ്റിന് വിധേയമാക്കാവുന്നതാണ്. അത് അവർക്ക് ഓസ്റ്റിയോപോറോസിന്റെ ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പേ കണ്ടെത്താനും അതിന് പരിഹാരമായിട്ട് പ്രിവെൻഷൻ നേരത്തെ ഇംപ്ലിമെന്റ് ചെയ്യാനും കഴിയുമെന്നുള്ളതാണ്. ഡോക്ടർ, ഒരു പ്രേക്ഷകൻ കൂടിയുണ്ട്. എറണാകുളത്ത് നിന്ന് രാജേഷ് എന്ന പ്രേക്ഷകനാണ് വിളിക്കുന്നത്. രാജേഷ്, ഡോക്ടറോട് ചോദിക്കാം. രാജേഷ്, കേൾക്കാമോ? കേൾക്കാം. ചോദിച്ചോളൂ, ഡോക്ടറോട് ചോദിച്ചോളൂ. സർ, ആക്ച്വലി എനിക്കൊരു ബാക്ക് പെയിനിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. അതെ. അപ്പോ ഡോക്ടറുടെ ഒരു ഇത് പ്രകാരം ഞാനത് MRI എടുത്തായിരുന്നേ. അതെ. MRI ചെയ്തപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏതോ വെയിന്റെ ഇത് ബൾജ് ചെയ്ത് നിൽക്കുകയെന്നാ പറയുന്നത്. ബൾജ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് നമ്മുടെ കാലിലേക്ക് ഒരു വേദനയും ഒരു മരയിപ്പും ഒക്കെ ആയിരുന്നു. സർ, അതിന് നമുക്ക് സർജറി അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ സാർ അതിന്? അതില് എത്രത്തോളം ഞരമ്പിനെ കംപ്രസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് അതിന്റെ സർജറിയുടെ ഇൻഡിക്കേഷൻ. അതായത് കാലിലെ ഞരമ്പുകളിൽ അമർന്നിട്ട് കാലില് ബലക്കുറവ് വരുന്നൊരവസ്ഥ, കാലിലെ വിരൽ പൊക്കാൻ പറ്റാത്ത അവസ്ഥ. ബലക്കുറവല്ല, മസിൽസിന് ഭയങ്കര പെയിൻ ആണ്. അതേമാതിരി തന്നെ നമ്മുടെ കാലിന്റെ അടിയിൽ ഭയങ്കര മരവിപ്പാണ്. മരവിപ്പ് മാത്രം ഒരു സർജറിക്കുള്ള ഇൻഡിക്കേഷൻ അല്ല ആസച്ച്. നമുക്ക് പിന്നെ മൂത്രത്തിന്റെ ഞരമ്പുകൾ ബ്ലോക്ക് ആവുന്ന ഒരവസ്ഥ, മൂത്രമൊഴിക്കാൻ ബുദ്ധിമുട്ട്, പിന്നെ മലദ്വാരത്തിന് ചുറ്റും ബുദ്ധിമുട്ട്, വയറ്റിന്ന് പോകാനുള്ള ശോധന ബ്ലോക്ക് ആവുന്ന ഒരവസ്ഥ, കാലിലെ വിരലിന്റെ പിന്നെ ദീർഘകാലമായിട്ടുള്ള വേദന, മാറാത്ത വേദന, ഒരു 6 മാസത്തോളമായിട്ടും, പിന്നെ മറ്റുള്ള ചികിത്സകളൊക്കെ ഫിസിയോതെറാപ്പി, മെഡിസിൻസ്, എക്സസൈസുകൾ എല്ലാം ഫെയിൽ ആവുന്ന ഒരു അവസ്ഥയിൽ, പിന്നെ നെർവ് റൂട്ട് ബ്ലോക്കുകൾ, അതായത് ബ്ലോക്ക് ആവുന്ന ഡിസ്കിൽ ബ്ലോക്ക് ആവുന്ന നെർവിലേക്ക് ഇഞ്ചക്ഷൻ കൊടുത്ത് സുഖപ്പെടുത്തുന്ന ഒരു അവസ്ഥയുണ്ട്. പിന്നെ ട്രാക്ഷൻ, അതായത് റെസ്റ്റ് ഇട്ട് ഇടുപ്പിൽ വെയിറ്റ് ഇട്ട് കിടന്ന് പിന്നെ റെസ്റ്റിലൂടെ ആ കംപ്രഷൻ മാറുന്ന ഒരു അവസ്ഥയൊക്കെ ഫെയിൽ ആവുന്നൊരു കണ്ടീഷന് നമുക്ക് സർജറിയിലേക്ക് പോകാം. തുടക്കത്തിൽ തന്നെ സർജറി ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഫിസിയോതെറാപ്പി ആയിരിക്കും ബെറ്റർ അല്ലേ? ഇപ്പോഴത്തെ അവസ്ഥയിൽ ഫിസിയോതെറാപ്പി ആയിരിക്കും. എത്ര നാളായി തുടങ്ങിയിട്ട്?
ഇപ്പൊ ഒരു മാസമായുള്ളൂ. അതെ അതെ അതെ, ഫിസിയോതെറാപ്പിയും പിന്നെ അതിൽ നെർവിനായിട്ടുള്ള മെഡിക്കേഷൻസ് ഒക്കെ കഴിക്കാവുന്നതാണ്. ഓക്കെ ഓക്കെ സർ, താങ്ക് യു സർ, താങ്ക് യു.